ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊഞ്ചം വെച്ച് ഒരു ഉണ്ടപ്പുട്ടാണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് കൊഞ്ചം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്ത് കാന്താരിയും കൂട്ടി മിക്സ് ചെയ്യും. പിന്നെ ഒരു തുണ്ട് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. കൊഞ്ചം ഫ്രൈ ആക്കിയിട്ട് വേണം അത് ചേർക്കുക. ആദ്യം അരിപ്പൊടി ഞാനൊന്ന് കുഴച്ച് വെക്കട്ടെ. ഒരു 2 മിനിറ്റ് അത് കുഴച്ചിട്ട് വെക്കണം. അതുകൊണ്ടാണ് ആദ്യം അത് ചെയ്ത് വെക്കുന്നത്. ആദ്യം ഒരു നുള്ള ഉപ്പിടാം. കുറച്ച് പശു നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു മയത്തിന് വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി ഉപ്പും ഞാൻ ചേർത്ത്, പിന്നെ പശു നെയ്യും, വേറെ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് കുഴച്ച് വെച്ചതാണ് അത്. കൊഞ്ചൻ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ശേഷം പൊരിച്ച് ഉള്ളീൻ്റെ കൂടെ പൊരിച്ചെടുക്കണം. ഇതിൽ കൊഞ്ചം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൊഞ്ചം കൂടി ഒന്ന് നല്ലോണം വേവുണ്ട് കുറച്ച്, അതുകൊണ്ട് കൊഞ്ചം നല്ലോണം വെന്തുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇത്തിരി കുരുമുളക് പൊടിയും ഒരിത്തിരി ഗരം മസാലയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചില ഓപ്ഷൻ ഉണ്ടാവും, വേണ്ടുന്നൊക്കെ ചെയ്യാം. ഞാൻ ചെയ്തു. കൊഞ്ചം നല്ലോണം ആയിട്ടുണ്ട്. ഒന്ന് പണിയണം, എന്നാലേ ഇതിപ്പോൾ മറിക്കാൻ പറ്റും. ഇതിങ്ങനെ കൈയിൻ്റെ അടിയിൽ പരത്തിയിട്ട് ഈ മിക്സിങ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നല്ലോണം ഇട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഉരുട്ടിയാക്കി എടുക്കുക. ഇങ്ങനെയാണ് ഇത് ഉണ്ടയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് തേങ്ങയിൽ ഒന്ന് മുക്കിയിട്ട് എടുക്കുക. ഇത് നിറച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങയിലാക്കിയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് വെക്കാം പ്ലേറ്റിൽ. ഇതിങ്ങനെ തേങ്ങയിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഉണ്ടപ്പുട്ടാക്കിയിട്ട് എടുക്കുക. ഇതിന് ഐസ് പൊടിയുണ്ട്. ഇങ്ങനെ പരത്തിയാൽ നല്ല ടേസ്റ്റിൽ എരിവെല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ല തിന്നാനും നല്ല രസമുണ്ടാവും. ഇതിൽ ചിക്കനെല്ലാം ഉള്ള ചിക്കനോ ബീഫെല്ലാം നിറച്ചിട്ടുണ്ടാക്കുന്നതൊക്കെ അങ്ങനെ നിറച്ചിട്ടുണ്ടാക്കാം. എന്ത് നമുക്ക് നിറയ്ക്കാം. നമ്മളിപ്പോൾ കൊഞ്ചം നിറച്ചിടും. ആവിക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ തരും. ഓൾമോസ്റ്റ് എൻ്റെ ഇതെല്ലാം പരത്തി കഴിഞ്ഞ് ഉരുട്ടി വെച്ച് ഇനി ഞാൻ ആവിക്ക് വെക്കാൻ പോകും. ഒരില ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഓരോന്നായിട്ട് എടുത്തു. മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് അത്രയും. നമ്മളെ ഉണ്ടപ്പുട്ട് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്.
ഇത് ചില ആൾക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും എല്ലാം ചെയ്യാം. നമ്മൾ കൊഞ്ചം വെച്ച് ചെയ്തതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൊഞ്ചൻ ഉള്ളിലുണ്ട്, നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഇത്. രാവിലെയും വൈകുന്നേരവും കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിൻ്റെ ലൈക്കും കമൻറ്റും ഷെയറും തരിക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.